പുറത്ത് വെച്ച പെട്ടി പുറത്തുനിന്ന് നോക്കിയിട്ട് ഒന്നുമില്ല പോട്ടെ എന്ന് പറയുമ്പോൾ അവരുടെ ഇന്റൻഷൻ പരിശോധനയാണെന്ന് തോന്നിയില്ല. പരിശോധനയാണെങ്കിൽ പെട്ടി തുറന്ന് പരിശോധിക്കുകയല്ലേ വേണ്ടത്. ഒരു ചോദ്യം ചോദിച്ചു. ഇതുവഴി ഒരുപാട് വാഹനങ്ങൾ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരുടെ കടന്നു പോകുന്നുണ്ട്. അവരുടെ ആരുടെയെങ്കിലും നിങ്ങൾ പരിശോധിച്ചോ? അതൊക്കെ ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട്. പക്ഷെ ഇതുവരെ ഒരാളുടെയും പരിശോധിച്ചതായിട്ട് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. കുറെ ആളുകളുടെ മുന്നിൽ അതൊന്ന് ഇൻസൾട്ട് ചെയ്യുക, ഒന്ന് ഷെയ്ഡി ആയിട്ട് നിർത്താൻ ശ്രമിച്ചു നോക്കാം. ജനങ്ങൾ അതിന്റെ പാരിതോഷികം കൊടുക്കും. കാരണം ഒരു ഗുഡ് സർവീസ് അല്ലല്ലോ അത്. CPM 100 MLA ഇവിടെ ഇല്ലേ? ഇടതുപക്ഷത്തിന്റെ 100 MLA 99 MLA ഇവിടെ ഇല്ലേ? അവരുടെ ആരുടെയെങ്കിലും വാഹനം പരിശോധിക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ അത് പരിശോധിക്കുന്നതിനകത്ത് ഇന്റൻഷൻ. ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗമായിട്ടുള്ള പരിശോധന ഉണ്ടാവും. പരിശോധനയുടെ ഭാഗമായിട്ട് നിരവധി വാഹനങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്. അതിലെന്താ ഇപ്പോൾ അത്ഭുതമുള്ളത്? പിന്നെ പക്ഷേ ഞങ്ങൾ രാജാക്കന്മാരാന്നാ ഞങ്ങളെല്ലാം വാഹനങ്ങൾ പരിശോധിക്കുന്നതിൽ യാതൊരു തടസ്സവും ഞങ്ങൾക്കില്ല. ആർക്കും പരിശോധിക്കുന്നതിന് കുഴപ്പമുള്ളത് ഇല്ല. തെരഞ്ഞെടുപ്പ് കാലത്ത് പൊതുവിൽ ഇങ്ങനെയുള്ള നാടകങ്ങളൊക്കെ നടത്തലാണല്ലോ ചില ആളുകളുടെ വിനോദം. തെരഞ്ഞെടുപ്പ് സമയത്ത് UDF നേതാക്കന്മാരുടെ വാഹനം പരിശോധിക്കാൻ പാടില്ല എന്നൊരു നിയമം ഉണ്ടാക്കുകയെ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധ്യതയുള്ളൂ. ഇത്തരം തെരഞ്ഞെടുപ്പ് നാടകങ്ങളെ കുറിച്ചൊന്നും ഈ സന്ദർഭത്തിൽ പ്രത്യേകിച്ച് ഞങ്ങളൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല.